ആണെങ്കിൽ ഇ എന്നാണ്, പോയി, അതിൽ ഇ എന്നാണ് നമുക്ക് വ്യത്യാസം വരുന്നത്. രണ്ടാമത്തേല് കുന്നു അൽ റുണ്ട് എന്നുള്ളതാണ്. ഇവിടെ നോക്കിയേ, പോകും, കും എന്ന് പറയുമ്പോഴേ ഫ്യൂച്ചറായി. ഫ്ലുവൻ്റ് ആവുന്ന ലക്ഷ്യം ഇത്ര മാത്രമേ ഉള്ളൂ, ടെൻഷൻ ഫ്രീ ആയിട്ട് കേരളത്തിലുള്ള എല്ലാവരും ഇംഗ്ലീഷ് സംസാരിക്കുക എന്നുള്ളത്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫ്ലുവൻ്റ് ഹാപ്പി ലേണിംഗ്. ഇന്ന് നമ്മൾ 22ാമത്തെ ദിവസമാണ് എത്തിയിരിക്കുന്നത്. 22ാമത്തെ ദിവസം എന്ന് പറയുമ്പോൾ ഫ്യൂച്ചർ ടെൻസിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ഇതോടെ ഈ 2 ക്ലാസ്സും കൂടി നമ്മൾ ഏകദേശം ടെൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യും. അതായത് ഇംഗ്ലീഷ് നിങ്ങൾക്ക് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, അതിന് തെറ്റ് വരരുതെന്നും കൂടി നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോസ് എല്ലാം കാണേണ്ടതാണ്. 21 വരെയുള്ള വീഡിയോസ് നിങ്ങൾ കാണുക. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ഇംഗ്ലീഷിൽ തെറ്റില്ലാതെ നിങ്ങൾക്ക് സംസാരിക്കാൻ സാധിക്കും എന്നുള്ളത് എൻ്റെ ഗ്യാരണ്ടിയാണ്. ഇറ്റ്സ് മൈ അഷ്വറൻസ്. ഓക്കെ, അപ്പം ഇന്ന് ജസ്വിൻ നമ്മളോടൊപ്പം ഉണ്ട്. ഹായ് ജസ്വിൻ, വെൽക്കം ടു ദ ക്ലാസ്. താങ്ക് യു. ഓക്കെ, ആൻഡ് ഓൾറെഡി നമ്മൾ ഇന്ന് ജസ്റ്റ് ഒരു ഫ്യൂച്ചർ ടെൻസിന്റെ തുടക്കമായതുകൊണ്ട് നമ്മൾ ചെറിയൊരു റിവിഷൻ നടത്തുന്നുണ്ടായിരിക്കും. ആ റിവിഷൻ ഇങ്ങനെയാണ്: നമ്മൾ ഓൾഡ് വേ ഓഫ് ടീച്ചിങ്ങും ന്യൂ വേ ഓഫ് ടീച്ചിങ്ങും നമ്മളൊക്കെ ആദ്യത്തെ ക്ലാസ്സുകളിൽ പ്രസന്റ് ടെൻസിലും പാസ്റ്റ് ടെൻസിലും പഠിച്ചപ്പോൾ നമ്മൾ കണ്ടിരുന്നു. അതിനെപ്പറ്റി ജസ്റ്റ് നിങ്ങളൊന്ന് റിവൈസ് ചെയ്യുക, മനസ്സിലേക്ക് കയറി വരട്ടെ. അതോടൊപ്പം തന്നെ ടെൻസുകൾ, ഏതൊക്കെ ടെൻസുകളാണ്? 3 ഉണ്ട്, പാസ്റ്റ്, പിന്നെ ഏതൊക്കെയാണ് ജസ്റ്റിനെ? പ്രസന്റ്, ഫ്യൂച്ചർ. ഈ 3 ടെൻസുകളാണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അതിന്റെ ഫോംസും കൂടി നമ്മൾ ജസ്റ്റ് നോക്കുന്നതായിരിക്കും. ആദ്യത്തേത് സിമ്പിൾ പാസ്റ്റ്, അല്ലെ? സിമ്പിൾ പാസ്റ്റ്. രണ്ടാമത്തെ സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ ഫ്യൂച്ചർ. ഇതിന്റെ ഒരു പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കിയോ? സിമ്പിൾ ആദ്യത്തേലുണ്ട്, സിമ്പിൾ രണ്ടാമത്തേതിലുണ്ട്, സിമ്പിൾ മൂന്നാമത്തേതിലും ഉണ്ട്, അല്ലേ? ആ സിമ്പിൾ ആണ് റിപ്പീറ്റ് അടിച്ച് വരുന്നത് ഏതിൽ എല്ലാത്തിലും. അതിലെ പാസ്റ്റ് ഇതുപോലെ ഇങ്ങോട്ട് താഴത്തേക്ക് എടുത്തെഴുതി, പ്രസന്റ് താഴത്തേക്ക് എടുത്തെഴുതി, ദെൻ ഫ്യൂച്ചർ താഴത്തേക്ക് എടുത്തെഴുതി. അപ്പം നമ്മൾ അതിൽ എന്ത് പഠിച്ചാൽ മതി? സിമ്പിൾ എന്ന് പഠിച്ചു വെച്ചാൽ മതി. ബാക്കി അതിലുള്ള ടെൻസിന്റെ ഫോം തന്നെ നമ്മൾ ഓർത്തിരുന്ന് വെച്ചാൽ മതി. അങ്ങനെയാണ് നമ്മൾ ഫോംസ് ഈസി ആയിട്ട് മനസ്സിലാക്കുന്നത്. അങ്ങനെ രണ്ടാമത് നോക്കിക്കേ, രണ്ടാമത് വായിച്ചേ: പാസ്റ്റ് കണ്ടിന്യൂസ്, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്. ഇവിടെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നത് എന്താണ്? കണ്ടിന്യൂസ്, 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 അല്ലേ? അതുപോലെ പാസ്റ്റ് നമ്മൾ ഇങ്ങനെ താഴത്തേക്ക് എടുത്തെഴുതി, പ്രസന്റ് താഴത്തേക്ക് എടുത്തെഴുതി, ആൻഡ് ഫ്യൂച്ചർ ഇങ്ങനെ താഴത്തേക്ക് വന്നു. അപ്പോൾ നമുക്ക് പഠിക്കേണ്ടത് എന്ത് മാത്രമേ ഉള്ളൂ? കണ്ടിന്യൂസ് എന്നുള്ളതാണ്. അത് 3ന്റെ കൂടെയും വരുന്നുണ്ട്. നെക്സ്റ്റ് വൺ, വാട്ട് ഇസ് ദ നെക്സ്റ്റ് വൺ? Past perfect, perfect, present perfect, present perfect, future perfect, future perfect. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്ന് മാത്രമേ ഉള്ളൂ, പെർഫെക്റ്റ് ആണ്. ബാക്കി നമ്മൾ മുകളിൽ നിന്നും അതേപോലെ പ്രസന്റ് ആണെങ്കിൽ പ്രസന്റ് എന്നും, പാസ്റ്റ് ആണെങ്കിൽ പാസ്റ്റ് എന്നും, ഫ്യൂച്ചർ ആണെങ്കിൽ ഫ്യൂച്ചർ എന്നും എടുത്തെഴുതുക. നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒന്ന് മാത്രമേ ഉള്ളൂ, ദാറ്റ് ഈസ് പെർഫെക്റ്റ്. ദെൻ നെക്സ്റ്റ് വൺ, ദ ലാസ്റ്റ് വൺ: past perfect continuous, past perfect continuous, present perfect continuous, present perfect continuous, future perfect continuous, future perfect continuous. ഇതിൽ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടതാണ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. 3നും സെയിം അല്ലേ? അതായത് നമ്മൾ ഏതെങ്കിലും ഒരു ടെൻസിന്റെ 4 ഫോംസ് മാത്രം മനസ്സിലേക്ക് ഓർത്ത് വെച്ചാൽ മാത്രം മതി. വേറെ എല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് വരും. അതിന്റെ സ്ട്രക്ചറുകൾ നമ്മുടെ മനസ്സിലേക്ക് വരും. എന്തുകൊണ്ടാണ്? സെയിം ആണ്, റിപ്പീറ്റേഷൻ ആണ്. നമ്മൾ ആദ്യം നോക്കുന്നു, സിമ്പിൾ എന്ന് പഠിച്ചു വെച്ചാൽ പോരെ? സിമ്പിൾ പഠിച്ചു, കണ്ടിന്യൂസ് പഠിച്ചു, പെർഫെക്റ്റ് പഠിച്ചു, പെർഫെക്റ്റ് കണ്ടിന്യൂസ് പഠിച്ചു, അല്ലേ? സിമ്പിൾ എന്ന് പറഞ്ഞ ശേഷം ഏതൊക്കെയാണ്? സിമ്പിൾ, സിമ്പിൾ, കണ്ടിന്യൂസ്, കണ്ടിന്യൂസ്, പെർഫെക്റ്റ്, പെർഫെക്റ്റ്, പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പെർഫെക്റ്റ്, അല്ലേ? അതിന്റെ നാലാമത്തെ എന്ന് പറയുന്നത് തന്നെ 2ന്റെയും 3ന്റെയും റെപ്പിറ്റേഷൻ ആയിട്ടാണ് വരുന്നത്. അപ്പം ഏകദേശം 3 ഫോംസ് പഠിച്ചു കഴിഞ്ഞാൽ ഈ 12 എണ്ണം നമ്മുടെ മനസ്സിലേക്ക് വരും. നിങ്ങൾ ഈ 12 എണ്ണം ഒരുമിച്ചൊക്കെ ഇരുന്ന് പഠിക്കുന്നുണ്ടോ? എന്തുകൊണ്ട് മനസ്സിലാകത്തെ? ഈ ടെൻസ് എന്ന് പറയുമ്പോൾ വളരെ ടെൻഷനുള്ള കാര്യമാണ്. ഒന്നും മനസ്സിലാകുന്നില്ല സാറേ എന്ന് പറയുന്നത്. നിങ്ങൾ അതൊന്നും പഠിക്കണ്ട. നിങ്ങൾ ഈ 3 കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കി വരിക. എന്തൊക്കെയാണ്? സിമ്പിൾ, കണ്ടിന്യൂസ്, പെർഫെക്റ്റ്. പിന്നെ വരുന്നതോ പെർഫെക്റ്റ് കണ്ടിന്യൂസ്, അതിന്റെ റെപ്പിറ്റേഷൻ ആണ്. അങ്ങനെ 4 കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലേക്ക് ഇരിക്കും. അതിൻ്റെ കൂടെ പാസ്റ്റ് ആണെങ്കിൽ പാസ്റ്റ് എന്നും, പ്രസന്റ് ആണെങ്കിൽ പ്രസന്റ് എന്നും, ഫ്യൂച്ചർ ആണെങ്കിൽ ഫ്യൂച്ചർ എന്നും ആഡ് ചെയ്ത് വെച്ചാൽ മാത്രം മതി. Is it correct, Jashwin? yes, yes. And let's move. Today we are with the future tense. And future tense simple future, future continuous, future perfect continuous എന്ന 4 ഫോംസിൽ 2 ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് ക്ലാസ് എടുക്കുന്നതായിരിക്കും. ഈ 2 ക്ലാസ്സും കൊണ്ട് ഈ 4 ഫോംസും നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. കാരണം ഫ്യൂച്ചർ ടെൻസിൽ വരുമ്പോൾ അത്ര പ്രാധാന്യമുള്ളൂ, നമുക്ക് കൂടുതൽ അധികം ഉപയോഗിക്കുന്നില്ല. അതോടൊപ്പം തന്നെ അതിൻ്റെ യൂസേജും വളരെ കുറവാണ്. So we will be just watching just the difference of the first one. Let's see. Simple past,
സിമ്പിൾ പ്രസന്റ് ആൻഡ് സിമ്പിൾ ഫ്യൂച്ചർ കിടക്കുന്നുണ്ട്. ആ മൂന്നെണ്ണത്തിന്റെ ഒരു സെന്റൻസിന്റെ ഡിഫറൻസ് നമുക്കൊന്ന് മനസ്സിലാക്കാവേ. ഞാൻ കളിക്കാൻ പോയി, ഇവിടെ എന്താണ്? പോയി, ഈ ആണ്. അതാണ് ഇംഗ്ലീഷിൽ എങ്ങനെയാണ് ജസ്റ്റിനെ? ഞാൻ കളിക്കാൻ പോയി, I went to play. ഐ വെന്റ് ടു പ്ലേ. രണ്ടാമത്തെ നോക്കിയേ, ഞാൻ കളിക്കാൻ പോകുന്നു, കുന്നു അല്ലെ, പോകുന്നു അല്ലെങ്കിൽ പോകാറുണ്ട്. അപ്പൊ എന്ത് വന്നു ഇംഗ്ലീഷില്? I go to play. ഐ ഗോ ടു പ്ലേ. ഞാൻ കളിക്കാൻ പോകും, ഗും. I will go to play. ഐ വിൽ ഗോ ടു പ്ലേ. കണ്ടോ മലയാളത്തിന്റെ ഡിഫറൻസ് നോക്കിയേ. നമ്മൾ 3 ടെൻസിന്റെ സിമ്പിൾ ആണ് നോക്കുന്നത്. 3 ടെൻസിന്റെ സിമ്പിൾ നോക്കുമ്പോൾ മലയാളത്തിൽ പാസ്റ്റിലാണെങ്കിൽ ഈ എന്നാണ്, പോയി അതിൽ ഈ എന്നാണ് നമുക്ക് വ്യത്യാസം വരുന്നത്. രണ്ടാമത്തില് കുന്നു അൽ റുണ്ട് എന്നുള്ളതാണ്. മലയാളത്തിൽ ഇങ്ങനത്തെ ഡിഫറൻസ് നമ്മൾ നോക്കാറില്ല. കാരണം എന്താണ്? നമുക്ക് ഓട്ടോമാറ്റിക് സംസാരിച്ച് നമ്മൾ പഠിച്ചതായതുകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ ഡിഫറൻസ് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇതൊരു മലയാളം പഠിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചാണെങ്കിൽ ഇറ്റ് വുഡ് ബി വെരി ഡിഫിക്കൽട്ട്, റൈറ്റ്? ഇവിടെ നോക്കിയേ, പോകും, കും എന്ന് പറയുമ്പോഴേ ഫ്യൂച്ചറായി. അപ്പം ഇംഗ്ലീഷിൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടില്ലായിരുന്നോ, നമ്മൾ ഓക്സിലറി വെർബ്സും അതോടൊപ്പം വെർബിന്റെ ഫോമും പഠിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ നമുക്ക് തെറ്റുണ്ടാവില്ല എന്ന്. കാരണം ഇതാണ്, നോക്കിക്കേ, ഐ എന്ന് പറയുന്നത് എല്ലാത്തിലും ഉണ്ട് അല്ലേ ജസ്വിനെ? ഐ എന്ന് പറയുന്നത് എല്ലാ രൂപത്തിലും ഉണ്ട്, എല്ലാ ടെൻസിലും ഉണ്ട്. ടു പ്ലേ എന്ന് പറയുന്നത് എവിടെയുണ്ട്? എല്ലാത്തിലും ഇല്ലേ? Yes. ടു പ്ലേ എന്നുണ്ട്. അതിൽ ആദ്യത്തേല് V2 ആയിട്ടുള്ള വെന്റ് വന്നു. സിമ്പിൾ പാസ്റ്റിനോട് നമ്മൾ പറഞ്ഞു V2 ആണ് വരുന്നതെന്ന് പറഞ്ഞില്ലേ? ദെൻ സെക്കൻഡ് വണ്ണിലെ ഡിഫറൻസ് എന്ന് പറഞ്ഞ ഏതാണ്? ഗോയാണ്, അത് V1 ആണ്. തേർഡിൽ വന്നേക്കുന്ന വ്യത്യാസം എന്താണ്? വിൽ ഗോ വന്നു, വിൽ പ്ലസ് V1 ആണ്. അപ്പം ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ വിൽ മനസ്സിലേക്ക് ഓർത്തിരിക്കുക. അത് മാത്രമാണ് നമുക്ക് വരുന്ന ഡിഫറൻസ് വരുന്നത് അല്ലേ? വേറെ എങ്കിൽ ഉപയോഗിക്കാം. ഇവിടെ എന്താണ് വന്നിരിക്കുന്നത്? വിൽ എന്നൊരു കാര്യം നമ്മുടെ മനസ്സിലേക്ക് ഓർത്തേച്ചാൽ മതി. ബാക്കി റിമൈനിങ് പാർട്സ് എല്ലാം എന്താണ്? സെയിം ആണ് അല്ലേ? Yes. എല്ലാം സെയിം ആണ്. അതിന്റെ അർത്ഥം മാറുന്നത് പോയി എന്ന് പറയുമ്പോൾ പാസ്റ്റ് ടെൻസ് ആയി, പോകുന്നു എന്ന് പറയുമ്പോൾ പ്രസന്റ് ആണ്, അല്ലെങ്കിൽ പോകാറുണ്ട് എന്ന് പറയുമ്പോൾ പ്രസന്റ് ആണ്, ദെൻ പോകും എന്ന് പറയുമ്പോൾ ഫ്യൂച്ചർ ആണ്. സോ ദ ഡിഫറൻറ്റ് ഈസ് വെന്റ്, ഗോ ആൻഡ് വിൽ ഗോ. ഇത്രേ ഡിഫറൻസ് ഉള്ളൂ എന്നുള്ള കാര്യം ആദ്യം തന്നെ നിങ്ങളുടെ മൈൻഡിലേക്ക് വരട്ടെ. ദെൻ അതിൻ്റെ ഫ്യൂച്ചർ ടെൻസ് നോക്കിയേ. ഐ വിൽ മീറ്റ് യു അറ്റ് ദ ലൈബ്രറി ടുമാറോ. കേട്ടോ, വില്ല് വന്നു, വിൽ പ്ലസ് ഏതാണ്? V1 അല്ലേ? ഐ വിൽ മീറ്റ് യു അറ്റ് ദ ലൈബ്രറി ടുമാറോ. നാളെയാണ് അല്ലേ? അടുത്ത ദിവസമാണ്. ഫ്യൂച്ചർ ആണ്, ഫ്യൂച്ചർ ആണെന്ന് കാണിക്കുന്നത് ടുമാറോ എന്ന് പറയുന്ന വേർഡ് ഉണ്ട്, സ്പെസിഫിക് വേർഡ് ഉണ്ട്. ഐ വിൽ മീറ്റ് യു, വിൽ പ്ലസ് V1. നെക്സ്റ്റ് വൺ, റീഡ് ദ സെക്കൻഡ് വൺ. Sarah will teach English at the school tomorrow. കണ്ടോ, വിൽ പ്ലസ് V1. V1 ടീച്ച്. അപ്പം വേർബിന്റെ V1 ഫോമാണ്, ഫസ്റ്റ് ഫോമാണ് എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കുക. Then here also there is a tomorrow is there. And next sentence. She will study for her exam tonight. Will study, will plus V1. അത് തന്നെയല്ലേ? Yes. Then exam tonight. അവിടെ ഫ്യൂച്ചർ ആണെന്നുള്ള ഒരു ടൈം അവിടെ കൊടുക്കുന്നുണ്ട്. ഇപ്പം ഇത്ര കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ആദ്യം ഒന്ന് ഓർത്തിരിക്കുക, എവിടെയൊക്കെയാണ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ഉപയോഗിക്കുന്നുള്ളതാണ്. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് എവിടേക്ക് ഉപയോഗിക്കാം? ദ ഫസ്റ്റ് വൺ ഈസ് സിമ്പിൾ ആക്ഷൻ ഇൻ ദ ഫ്യൂച്ചർ. അതായത് ഇപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു പോയില്ലേ, ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന ആക്ഷൻസ്, പ്രവൃത്തികൾ എന്താണ്? സിമ്പിൾ ആക്ഷൻ ഇൻ ഫ്യൂച്ചർ. ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന ആക്ഷൻസ് തന്നെയാണ് നമ്മൾ സിമ്പിൾ ഫ്യൂച്ചറിൽ പറയുന്നത്. ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അതിന്റെ എക്സാമ്പിൾ 2-3 എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് കുട്ടി പ്ലീസ് റീഡ് ദ ഫസ്റ്റ് എക്സാമ്പിൾ. ഐ വിൽ ഗോ ടു ദ സ്റ്റോർ ആഫ്റ്റർ വർക്ക് എന്നുള്ളതുണ്ട് അല്ലേ? ഐ വിൽ ഗോ ടു ദ സ്റ്റോർ ആഫ്റ്റർ വർക്ക്. ഐ വിൽ ഗോ, കണ്ടോ, വിൽ പ്ലസ് Go. V plus Go. V1, will plus V1. അത് ആഫ്റ്റർ വർക്ക്, അതായത് നമ്മുടെ ഫ്യൂച്ചർ ആണ് എന്ന് മനസ്സിലായി. ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന ആക്ഷൻ. സെക്കൻഡ് വൺ, വാട്ട് ഈസ് ദ സെക്കൻഡ് വൺ? She will call you as soon as she arrives. Will call you, she will call you, will plus V1. As soon as she arrives. കണ്ടോ, അവൾ വന്നിട്ടില്ല, വന്ന് കഴിയുമ്പോൾ വിളിക്കുമെന്നാ പറയുന്നത്. അപ്പോൾ ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന ആക്ഷൻ. Then the last one, what is the last one? They Will clean the house on Saturday. on Saturday എന്ന് പറയുന്നതാണ് ഫ്യൂച്ചറിലേക്കുള്ളത്. Then will plus
V1 ആണ്. They will clean. ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. എന്താണ് ശ്രദ്ധിക്കേണ്ടത്? സബ്ജക്റ്റ് എന്ന് പറയുന്ന ഇവിടെ I എന്ന് പറയുന്ന പ്ലൂറൽ വന്നു, ഷീ എന്ന് പറയുന്ന സിംഗുലർ വന്നു, they എന്ന് പറയുന്ന വീണ്ടും പ്ലൂറൽ വന്നു. പക്ഷേ വില്ലിന്റെ ഭാഗത്ത് വ്യത്യാസം വന്നിട്ടുണ്ടോ? വില്ലിന്റെ ഭാഗത്ത് വ്യത്യാസം വന്നിട്ടുണ്ടോ? ജസ്വിൻ, വില്ലിന്റെ ഭാഗത്ത് വ്യത്യാസം വന്നിട്ടുണ്ടോ? ഇല്ല. ഇല്ല, വ്യത്യാസം വന്നില്ല. എന്തിനാ ഇത്ര സമയം എടുക്കുന്നേ? വില്ലിന്റെ ഭാഗത്ത് വ്യത്യാസം വന്നിട്ടില്ല എന്നുള്ള എക്സാമ്പിൾ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലായില്ലേ? അല്ലേ? വിൽ ഗോ, വിൽ കോൾ, വിൽ ക്ലീൻ. അത് ഷീ വന്നാലും ഹീ വന്നാലും ദേ വന്നാലും യു വന്നാലും അതിൽ മാറ്റം വരുന്നില്ല. അതിൽ വിൽ ഓർ ഷാൽ ആണ് വരിക. നമുക്കിപ്പം ഈ മോഡേൺ ലാംഗ്വേജിൽ ഷാലുകളൊക്കെ വളരെ കുറഞ്ഞ സ്ഥലങ്ങളിൽ ഉപയോഗിക്കാറുള്ളൂ. അത് നമുക്ക് ലേറ്റർ കാണാം എവിടേക്കാണെന്ന്. മോസ്റ്റ്ലി നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു, ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന കാര്യങ്ങളെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം വില്ലാണ് ഏറ്റവും കൂടുതൽ മോഡേൺ ഇംഗ്ലീഷിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം സബ്ജക്റ്റ് സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലോ അതിൽ വ്യത്യാസമില്ല, സെയിം ആയിരിക്കും. ഏതായിരിക്കും? V1 പ്ലസ് വിൽ പ്ലസ് V1 ആയിരിക്കും ഇവിടെ ഫോളോ ചെയ്യുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ ജസ്വിൻ? യെസ്. ശ്രദ്ധിക്കുന്നുണ്ടോ ക്ലാസ്സിൽ? യെസ്. ഓക്കെ. ദെൻ രണ്ടാമത്തെ സെക്ഷൻ പറഞ്ഞു. ഒന്ന് പറഞ്ഞു സിമ്പിൾ ആക്ഷൻ ഇൻ ഫ്യൂച്ചർ. രണ്ടാമത്തെ എന്തായിരുന്നു? പ്രെഡിക്ഷൻ ഇൻ ഫ്യൂച്ചർ. അല്ലേ? പ്രെഡിക്റ്റ് ചെയ്യുക, എന്തെങ്കിലും സംഭവിക്കും എന്നൊക്കെ പറയുന്നത് അല്ലേ? സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ പറയില്ലേ? അതിന്റെ എക്സാമ്പിൾ നോക്കി. നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു സാധനമാണല്ലോ ജസ്റ്റിന്. എക്സാമ്പിൾ ഒന്ന് വായിച്ചേ. നമ്മൾ സ്ഥിരം പറയുന്ന ഒരു എക്സാമ്പിൾ എന്താണ്? I think it will rain later this afternoon. എനിക്ക് തോന്നുന്നത് ഇന്ന് വൈകുന്നേരം അല്ലേ, ദിസ് ആഫ്റ്റർനൂൺ, ഇന്ന് വൈകുന്നേരം ഒക്കെ ആകുമ്പോഴേ മഴ പെയ്യുമെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ നല്ല പ്രഡിക്ഷൻ ഇല്ലേ, സാധ്യതകളില്ലേ? അങ്ങനെ സാധ്യതകളെ പറ്റി പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? വില്ലിന്റെ രൂപം ഉപയോഗിക്കും. അതായത് സിമ്പിൾ ഫ്യൂച്ചർ നമ്മൾ ഉപയോഗിക്കും. പ്രഡിക്ഷൻ ആദ്യം നമ്മൾ പറഞ്ഞു എന്താണ്? സിമ്പിൾ ആക്ഷൻ ഇൻ ഫ്യൂച്ചർ. രണ്ടാമത്തെ പ്രഡിക്ഷൻസിന് വേണ്ടിയിട്ട്. ഷീ തിങ്സ് ദ കാൻഡിഡേറ്റ് വിൽ വിൻ ദ എലക്ഷൻ. അല്ലേ? എലക്ഷന്റെ സമയമാണ് ഇപ്പം. ഞാൻ ചിന്തിക്കുന്നത് അദ്ദേഹം വിജയിക്കും, അല്ലേ? അവൾ വിജയിക്കും, ആ കാൻഡിഡേറ്റ് വിജയിക്കും എന്നൊക്കെ പറയുന്നത് ഏതിലാണ്? നമുക്ക് സിമ്പിൾ ഫ്യൂച്ചറിൽ പറയാം. അത് നമ്മുടെ ഒരു പ്രഡിക്ഷനാണ്. നമ്മൾ സാധ്യതയെ പറ്റി പറയുകയാണ്, പോസിബിലിറ്റിയെ പറ്റി പറയുകയാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സിമ്പിൾ ഫ്യൂച്ചറിൽ. ഏതൊക്കെയാണ്? വൺ ഇറ്റ് ഈസ് സിമ്പിൾ ആക്ഷൻ ഇൻ ദ ഫ്യൂച്ചർ ആൻഡ് സെക്കൻഡ് വൺ പ്രഡിക്ഷൻ. ഇസ് ഇറ്റ് ക്ലിയർ ജസ്വിൻ? യെസ്. Okay, let's move now. If you want to change negative, എന്താണ് അതിൽ ചെയ്യേണ്ടത്? നമ്മൾ ഇതിനു മുമ്പൊക്കെ പറഞ്ഞതുപോലെ തന്നെ എന്ത് ചെയ്യണം? നോട്ട് ആഡ് ചെയ്യണം. നോട്ട് ആഡ് ചെയ്യണം. ഇവിടെ എവിടെയാണ് നോട്ട് ചെയ്യേണ്ടത്? നമ്മൾ പറഞ്ഞല്ലോ, നോട്ട് ആഡ് ചെയ്യേണ്ടത് വില്ലിന് ശേഷമാണ്, അല്ലെങ്കിൽ ഷാലാണെങ്കിൽ ഷാലിന് ശേഷമാണ്. അതായത് ഓക്സിലറി വേർബ്സിന് ശേഷം എന്ത് ആഡ് ചെയ്യണം? നോട്ട് ആഡ് ചെയ്താൽ മതി. അഥവാ നെഗറ്റീവായി I will not meet you at the library tomorrow. അല്ലേ? നാളെ ഞാൻ നിന്നെ ലൈബ്രറിയിൽ മീറ്റ് ചെയ്യുകയില്ല എന്നൊരർത്ഥം അവിടെ വരുന്നുണ്ട്. ദെൻ ഈ വിൽ നോട്ട് എന്ന് പറയുന്നതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന ഷോർട്ട് ഫോം ആണ്. ഈ ഷോർട്ട് ഫോമിന് നമ്മൾ എന്തെന്ന് പറയുന്നത്? കൺട്രാക്ഷൻ എന്ന് പറയും. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ? ദ ഷോർട്ട് ഫോം ഇറ്റ്സ് എ കൺട്രാക്ഷൻ. ദെൻ വിൽ നോട്ടിന് നമ്മൾ എങ്ങനെയാണ് ഷോർട്ടായിട്ട് പറയുന്നത്? വോണ്ട് എന്നാണ് പറയുന്നത്. വോണ്ട്, വിൽ നോട്ട് എന്നല്ല നമ്മൾ പറയുന്നത്. അതിന് ഷോർട്ട് ആകുമ്പോൾ വോണ്ട് എന്ന് പറയും. സാറ വോണ്ട് ടീച്ച് ഇംഗ്ലീഷ് അറ്റ് ദ സ്കൂൾ ടുമാറോ. നാളെ സാറ എന്ത് ചെയ്യില്ല? ഇംഗ്ലീഷ് പഠിപ്പിക്കുകയില്ല. അപ്പോൾ വിൽ നോട്ടിന് പകരം വോണ്ട് എന്ന് പറയും. ഏതിന്? ഷോർട്ട് ഫോം ആക്കുമ്പോൾ. ഓക്കെ, ഗോട്ട് ഇറ്റ്. ദെൻ വാട്ട് ഇസ് ദ നെക്സ്റ്റ് വൺ? ജസ്റ്റ് റീഡ് ജസ്വിൻ, ദാറ്റ് ഇസ് ദ നെക്സ്റ്റ് വൺ. ഷീ won't study for exam tonight. ടുനൈറ്റ് ആണ് ഇവിടെ തന്നെ മനസ്സിലായി. ടുമാറോ നിങ്ങൾക്ക് മനസ്സിലായി. ഫ്യൂച്ചർ ആണെന്ന് മനസ്സിലായി. ദെൻ വിൽ നോട്ടിന്റെ ഷോർട്ട് ഫോം വന്നു വോണ്ട്. ഷീ വോണ്ട് സ്റ്റഡി ഫോർ എക്സാം ടുനൈറ്റ്. ഇന്ന് രാത്രിയിൽ ഞാൻ എന്ത് ചെയ്യില്ല, അവൾ എന്ത് ചെയ്യില്ല? എക്സാമിന് വേണ്ടി പഠിക്കില്ല എന്നുള്ളത്. അപ്പം നെഗറ്റീവ് ആക്കാൻ വേണ്ടി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുള്ളൂ. എന്താണ് മനസ്സിലാക്കേണ്ടത്? വില്ലിന് ശേഷം അല്ലെങ്കിൽ ഷാലിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? നോട്ട് ആഡ് ചെയ്യണം. പിന്നെ വേറൊരു കാര്യങ്ങളുണ്ട് കേട്ടോ. നമ്മൾ ഫ്യൂച്ചർ ടെൻസിനെ പറ്റി പറയുമ്പോൾ വില്ല് ചേർക്കണം എന്ന് പറഞ്ഞു അല്ലേ? എന്നാൽ ഈ വില്ല് ചേർക്കാതെ ഫ്യൂച്ചർ ടെൻസ് നമുക്ക് പറയാൻ സാധിക്കും. അതായത് സിമ്പിൾ ഫ്യൂച്ചർ ഉപയോഗിക്കാതെ തന്നെ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? ഫ്യൂച്ചർ ടെൻസ് പറയാൻ സാധിക്കും. അത് പ്രസന്റ് കണ്ടിന്യൂസ് നമ്മൾ ഓൾറെഡി എടുത്തപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു.
ഏത് നമുക്ക് ഫ്യൂച്ചർ ടെൻസിൽ പറയേണ്ട കാര്യങ്ങൾ പ്രസന്റ് കണ്ടിന്യൂസിലും ഉപയോഗിക്കാം എന്നുള്ളത്. അതാണ് നമ്മളിപ്പോൾ കാണുന്നത്. ദെയർ ആർ ഫ്യൂ എക്സാമ്പിൾസ് ഗിവൻ. ജസ്റ്റ് റീഡ് എക്സാമ്പിൾ. ഈ എക്സാമ്പിൾ എല്ലാം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതൊരു പ്ലാൻ, ഡിസ്കസിങ് പ്ലാൻ ഓൾറെഡി നിങ്ങൾ പ്ലാൻ ചെയ്തതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളെ ഒരു അറേഞ്ച്മെന്റ് ഓൾറെഡി നടത്തിയതായിരിക്കും. എപ്പോൾ? ആ സംഭവത്തിന് മുൻപേ നിങ്ങൾ ഓൾറെഡി പ്ലാൻ ചെയ്ത, ഡിസൈഡ് ചെയ്ത കാര്യങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് പറയുമ്പോൾ നമുക്കത് എന്തിൽ പറയാം? വില്ലിൽ പറയേണ്ട ആവശ്യമില്ല. അല്ലാതെ എന്തിൽ പറയാം? നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസിൽ പറയാം. ജസ്റ്റ് റീഡ് ദ ഫസ്റ്റ് എക്സാമ്പിൾ, then it will be more easy for you. They are going to buy a new car next week. കണ്ടോ, ഇവിടെ നെക്സ്റ്റ് വീക്ക് എന്ന് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് വീക്ക് എന്ന് പറഞ്ഞാൽ വരുന്ന ആഴ്ചയാണ്. ആക്ച്വലി അപ്പോൾ നമ്മൾ കഴിഞ്ഞ തൊട്ട് മുമ്പത്തെ സ്ലൈഡിൽ കണ്ടിരുന്നു ടുമാറോ, ടുനൈറ്റ് എന്നൊക്കെ പറഞ്ഞു വില്ല് വന്നിരുന്നു അല്ലേ? ആക്ഷൻ ഇൻ ഫ്യൂച്ചർ, നടക്കാൻ പോകുന്ന ആക്ഷൻ ഇൻ ഫ്യൂച്ചറിൽ നമ്മൾ എന്ത് പറഞ്ഞിരുന്നു? ഫ്യൂച്ചർ സിമ്പിൾ ഫ്യൂച്ചർ ആണെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഈ സിമ്പിൾ ഫ്യൂച്ചറിൽ പറയേണ്ട കാര്യങ്ങളും നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസിൽ പറയാം. എപ്പോൾ പറയാമെന്നാണ് പറഞ്ഞത്? ഓൾറെഡി പ്ലാൻ ചെയ്തിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള സാധനങ്ങൾ. അതുകൊണ്ടാണ് ദേ ആർ ഗോയിങ് ടു ബൈ എ ന്യൂ കാർ നെക്സ്റ്റ് വീക്ക്. കണ്ടോ, വരുന്ന ആഴ്ച പുതിയ കാർ വാങ്ങാൻ പോവുകയാണ്, പ്ലാൻ ചെയ്തു അല്ലെങ്കിൽ വാങ്ങുകയാണ് എന്ന കാര്യം അവർ ഓൾറെഡി പ്ലാൻ ചെയ്തതാണ്. അതുകൊണ്ട് ദേ ആർ ഗോയിങ് ടു ബൈ എന്ന് പറഞ്ഞു. Got it? They are going to buy. Next one, അവിടെ are going എന്ന് പറഞ്ഞു, present continuous, immediate future അല്ലേ? Then next one, what is the next one? I am attending a wedding next weekend. Second one, I am going to visit വേറെ ഒന്നുകൂടിയില്ലേ? I am going to visit my grandparents tomorrow. കണ്ടോ, ടുമാറോ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ തൊട്ട് മുമ്പിലത്തെ സ്ലൈഡ് നമ്മൾ പറഞ്ഞിരുന്നത് വില്ലാണ് എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഇവിടെ വില്ല് കൊടുത്തിട്ടില്ല, പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. കാരണം എന്താണ്? ഞാൻ ഓൾറെഡി അത് പ്ലാൻ ചെയ്തതാണ്. ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം നടക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസിനെ ഞാൻ നാളെ കാണാൻ പോകും, വിസിറ്റ് ചെയ്യും, ഞാൻ ഓൾറെഡി പ്ലാൻ ചെയ്തുകൊണ്ട് അത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ വന്നു. I am going to visit. Got it? Next one. What is the next one? I am attending a wedding next weekend. I am attending a wedding next weekend. അടുത്ത ആഴ്ച. കണ്ടോ, അടുത്ത വീക്കെൻഡില്, നെക്സ്റ്റ് വീക്കെൻഡില് ഞാൻ എന്ത് ചെയ്യും? കല്യാണം അറ്റൻഡ് ചെയ്യാൻ പോകും, പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകും അല്ലെ, പങ്കെടുക്കാൻ പോകും എന്ന് പറയുന്നു. കണ്ടോ, നെക്സ്റ്റ് വീക്കെൻഡ് എന്ന് വന്നിട്ട് പോലും അത് വന്നിരിക്കുന്നത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലാണ്. അപ്പൊ നിങ്ങൾ ഓർക്കുക, ഫ്യൂച്ചർ പറയാൻ വേണ്ടിയിട്ട് ഫ്യൂച്ചർ ടെൻസ് മാത്രമല്ല ഉപയോഗിക്കുന്നത്, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസും ഉപയോഗിക്കാം. ഏതൊക്കെ അവസരങ്ങളിലാണ്? നമ്മൾ ഓൾറെഡി അറേഞ്ച് ചെയ്തതോ പ്ലാൻ ചെയ്തതോ ആയ ഒരു കാര്യമായിരിക്കണം. നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം നേരത്തെ പ്ലാൻ ചെയ്തതായിരിക്കണം. ഒരു കാര്യം മനസ്സിലായ ജഷൻ ഇതില്? ഓക്കെ, മനസ്സിലായ ജഷൻ? Yes. Is it clear? Yes. എന്നാൽ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് മാത്രമല്ല വേറെ ഉപയോഗിക്കാൻ സാധിക്കും. ഏതാണ് വേറെ ഉപയോഗിക്കാൻ സാധിക്കുന്നത്? ഓക്കെ, സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസും പഠിക്കുന്ന സമയത്ത് നമ്മൾ ഫ്യൂച്ചർ ടെൻസിൽ ഉപയോഗിക്കുന്ന കാര്യത്തെ പറ്റി പറഞ്ഞിരുന്നു. ജഷൻ ഓർക്കുന്നുണ്ടോ ഏതാണെന്ന്? Yes. ഓർക്കുന്നുണ്ട്. ഏതായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നേ? ES കൂട്ടുന്നത്. നമ്മൾ കൂടുന്നത് അതായത് ഓൾറെഡി പ്ലാൻ ചെയ്ത് ഷെഡ്യൂൾ ചെയ്ത കാര്യം നമ്മൾ പറഞ്ഞില്ലായിരുന്നോ? ഷെഡ്യൂൾ ചെയ്ത്. ഇതിന്റെ എക്സാമ്പിൾ വായിച്ചേ, ട്രെയിനിന്റെ എക്സാമ്പിൾ വായിച്ചേ. The train arrives at 9 AM tomorrow. കണ്ടോ, ട്രെയിൻ arrives, അതായത് സിമ്പിൾ പ്രസന്റിലാണ്. ടുമാറോ, നാളെ എന്ന് പറഞ്ഞു. നാളെ എന്ന് പറയുന്നത് ഫ്യൂച്ചർ ആണ്, എങ്കിൽ പോലും അത് സിമ്പിൾ പ്രസന്റിൽ വന്നു. കാരണം എന്താണ്? ദേ കിടക്കുന്നു ഷെഡ്യൂൾഡ് ഇവന്റ്സ്, ടൈം ടേബിൾസ് ഓർ റൊട്ടീൻ. ഷെഡ്യൂൾഡ് ഇവന്റ്സോ ടൈം ടേബിളോ റൊട്ടീനോ നമുക്ക് പറയണമെങ്കിൽ അത് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നമുക്ക് പറയാൻ പറ്റും. അപ്പം അത് ഫ്യൂച്ചറിൽ നടക്കുന്ന കാര്യത്തെ പറ്റി ആയിരിക്കും. മനസ്സിലായോ? അപ്പം സിമ്പിൾ ഫ്യൂച്ചറിൽ പറയേണ്ട കാര്യങ്ങൾ നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസിലും സിമ്പിൾ പ്രസന്റിലും പറയാൻ സാധിക്കും. പക്ഷെ അതിന്റെ ഒരു കണ്ടീഷൻ ഉണ്ട്, ഏതൊക്കെ അവസരത്തിലാണെന്നുള്ളത് അല്ലേ. സെക്കൻഡ് ഒന്ന് വായിച്ചേ. My flight leaves at 10 AM next Monday. നെക്സ്റ്റ് മൺഡേ എന്ന് കൊടുത്തിട്ടുണ്ട്. 10 AM ഇത് ഷെഡ്യൂൾഡ് ആണ്. Then next one, school. What happened to school? Reopens on June 1st. അത് ജൂൺ 1st റീഓപ്പൺസ് വന്നു. അതും സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. കാരണം ഇത് ഓൾറെഡി ഷെഡ്യൂൾഡ് ആണ്, അല്ലെങ്കിൽ ആ ടൈം ടേബിൾ ചെയ്തതനുസരിച്ചിട്ട് പ്രകാരമാണ് ഇതെല്ലാം നടക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്നത് നിങ്ങൾ ഏതിൽ പറയാം? സിമ്പിൾ
പ്രസന്റ് ടെൻസിൽ പറയാം. അപ്പോൾ ഫ്യൂച്ചർ ടെൻസ് നമ്മൾ പറഞ്ഞു, രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി. ഈ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് എന്ന് പറയുന്ന രണ്ട് സ്ഥലങ്ങളിലാണ് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഒന്ന് ആക്ഷൻ ഇൻ ഫ്യൂച്ചർ, നടക്കാൻ പോകുന്ന ആക്ഷനെ പറ്റിയാണ്. പിന്നെ പ്രഡിക്ഷൻസിനെ പറ്റി പറയും. ആ രണ്ടുമാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഈ ഫ്യൂച്ചർ ടെൻസിൽ പറയേണ്ട കാര്യങ്ങൾ നമുക്ക് പ്രസന്റ് ടെൻസിൽ പറയാം. ഒന്ന് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലും രണ്ടാമത്തത് സിമ്പിൾ പ്രസന്റ് ടെൻസിലുമാണ്. Is it clear, Jashwin? Yes. Okay. And നിങ്ങൾ ഒരിക്കലും മറന്നു പോകാതിരിക്കേണ്ട ഒരു കാര്യമാണ് വെർബിന്റെ ഫോമാണ്. കാരണം എന്താണ്, എല്ലാ ക്ലാസ്സുകളും ഞാൻ വെർബിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. V1, V1s, V2, V3, V4 എന്ന് പറയുന്ന വെർബിന്റെ ഫോം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് നമ്മുടെ ഗ്രാമറിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നത്. പ്രസന്റിലേക്കും പാസ്റ്റിലേക്കും ഫ്യൂച്ചറിലേക്കും മാറ്റുന്നത് ഈ വെർബും ഓക്സിലറി വെർബ്സും മാത്രമാണ്. സോ ഇതിന്റെ സിമ്പിൾ ഫ്യൂച്ചറിന്റെ സ്ട്രക്ചർ ഇതാണ്. ഏതാണ്? വിൽ പ്ലസ് V1. ഏതാണ്? വിൽ പ്ലസ് V1. ഓൾറെഡി പറഞ്ഞു. അതിന്റെ നെഗറ്റീവ് ആക്കണമെങ്കിലോ അതിന്റെ കൂടെ എന്ത് ചേർക്കണം? വില്ലിന് ശേഷം നോട്ട് ചേർത്താൽ മതി, അല്ലേ? ആണോ ജിഷുവിനെ? ക്ലാസ്സിൽ തന്നെയാണോ ശ്രദ്ധിക്കുന്നത്? അതെ. അപ്പം വില്ലിന് ശേഷം നോട്ട് ചേർക്കുക. 2 examples are given there. Just read what examples. She will call you later. She will call you later. അല്ലേ? അവൾ നിന്നെ ലേറ്റർ വിളിക്കും. താമസിച്ച് കുറച്ച് കഴിയുമ്പോൾ വിളിക്കും. Will call, will plus V1. The next one, what is next one? We will have pizza for dinner. I will have pizza for dinner. കണ്ടോ, ഇവിടെ have എന്ന് പറയുന്നത് മെയിൻ വേർബ് ആണ്. അപ്പം will plus V1 തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതിപ്പം she will call you later എന്ന് പറയുന്നത് നെഗറ്റീവ് ആക്കുവാണെങ്കിൽ എങ്ങനെ പറയാൻ പറ്റും? She will not call you later. ഇവിടെ വില്ലിന് ശേഷം നോട്ട് ചെയ്താൽ മതി. വേറെ ഒരു സംശയമില്ല. കണ്ടോ, വില്ലിന് ശേഷം നോട്ട് ചെയ്താൽ മതി. രണ്ടാമത്തെ സെന്റൻസ് മൈനസ് നെഗറ്റീവ് ആക്കുവാണെങ്കിൽ എങ്ങനെ വരും? We will not have pizza for dinner. Will not, അല്ലേ? Will not. അത്ര ചേഞ്ച് ഉള്ളൂ. വില്ലിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? നോട്ട് ചേർത്തേച്ചാൽ മാത്രം മതി. വില്ലിന്റെ കൂടെ വരുന്ന സബ്ജക്റ്റുകൾ ഏതൊക്കെയാണ്? വില്ലിന്റെ കൂടെ വരുന്ന സബ്ജക്റ്റുകൾ I, yes, you, okay, they, okay, we, okay, he, come on faster, she, it, Jack, Delhi. Okay. അതായത് വില്ലിന്റെ കൂടെ സിംഗുലർ സബ്ജക്ട്സും പ്ലൂറൽ സബ്ജക്ട്സും പോകുന്നതായിരിക്കും, അല്ലേ? എന്തെങ്കിലും മാറ്റമുണ്ടോ? No. വില്ലിന്റെ കൂടെ രണ്ടും വരില്ലേ? Yes. അതായത് ഇവിടെ പ്ലൂറൽ സബ്ജക്റ്റ് പറഞ്ഞിട്ടുണ്ട്. I, you, they, we എന്ന് പറയുന്ന പ്ലൂറൽ സബ്ജക്റ്റ്. then he, she, it, everybody, Delhi and Jack എന്നൊക്കെ പറയുന്നത് സിംഗുലർ സബ്ജക്റ്റും വില്ലിന്റെ കൂടെ പോകും. അപ്പം മനസ്സിലേക്ക് ഓർത്തിരിക്കുക, വില്ലിന് മറ്റ് പ്രസന്റ് ടെൻസ് കണ്ടതുപോലെ തിരിച്ചു വ്യത്യാസമില്ല. അവൻ എല്ലാവരുടെ കൂടെയും പോകും. Is it clear? Yes. അപ്പം ഇതാണ് സിമ്പിൾ ഫ്യൂച്ചർ നമ്മൾ പറയുന്നത്. അപ്പം ഈ ക്ലാസ്സിനോടൊപ്പം തന്നെ നമ്മൾ നെക്സ്റ്റ് സെഷൻ കൂടി നമ്മൾ പോകുന്നതാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസും കൂടി നമ്മൾ പോകുന്നതായിരിക്കും. കാരണം ഇത് വളരെ ഷോർട്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, പാസ്റ്റ് ടെൻസിനും പ്രസന്റ് ടെൻസിനെ പോലെ ഇല്ല, വളരെ ഷോർട്ട് ആയതുകൊണ്ട് നമ്മൾ ഈ ഫ്യൂച്ചർ ടെൻസിനെ രണ്ടായിട്ടായിരിക്കും ഡിവൈഡ് ചെയ്യുന്നത്. 2 സെക്ഷൻ. ആദ്യത്തെ ഇവിടെ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ഫ്യൂച്ചർ സിമ്പിൾ ഫ്യൂച്ചറും ഫ്യൂച്ചർ കണ്ടിന്യൂസും, രണ്ടാമത്തെന്ന് പറയുന്നത് ഫ്യൂച്ചർ പെർഫെക്റ്റും ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസും. സോ വിൽ ജസ്റ്റ് മൂവ് നൗ ടു ഫ്യൂച്ചർ കണ്ടിന്യൂസ്. ജസ്റ്റിൻ, ആർ യു റെഡി ഫോർ ദാറ്റ്? Yes. മനസ്സിലാകുന്നുണ്ടല്ലോ ജസ്റ്റിന്? എന്തെങ്കിലും ഉണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ട്. ദെൻ ഹിയർ നമ്മൾ ഏതൊക്കെയാണ് ഇതേ സാധനം ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിൽ വരുമ്പോൾ എന്താണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് എവിടെ ഉപയോഗിക്കുന്നത് ആദ്യം നമുക്ക് നോക്കിയിട്ട് പോവാം. അങ്ങനെ ആകുമ്പോൾ കുറച്ചും നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് an action that will be ongoing at a specific time in the future. അതായത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്ന സംഭവം തന്നെ അത് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണ്ടേ. അതായത് നമുക്കൊരു ഫ്യൂച്ചറിൽ ഒരു പ്രത്യേക സമയത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതായിരിക്കും. കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? തുടർച്ചയുള്ളത്, അല്ലേ? തുടർച്ചയുള്ളതാണ്. അതാണ് നമ്മൾ കണ്ടിന്യൂസ് എല്ലാത്തിലും കണ്ടത്. കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ തുടർച്ചയെ നടക്കുന്നതാണ്. അപ്പം ഇവിടെ ഫ്യൂച്ചർ ആയതുകൊണ്ട് ആ തുടർച്ച എപ്പോൾ നടക്കും? ഫ്യൂച്ചറിൽ ഒരു പ്രത്യേക സമയത്ത് നടന്നുകൊണ്ടിരിക്കും. ക്ലിയർ ആവുന്നുണ്ട് ജിഷിനെ? എന്താണ് മനസ്സിലായത്? ഫ്യൂച്ചർ കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ ടൈമിൽ ഒരു പ്രത്യേക സമയം, മുമ്പ് വരാൻ പോകുന്ന ഒരു പ്രത്യേക സമയത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ആക്ടിവിറ്റി. Is it clear? Yes. Okay. എക്സാമ്പിൾ വായിച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഇതിലും 3 രീതിയിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? പാസ്റ്റ് കണ്ടിന്യൂസ്, പ്രസന്റ് കണ്ടിന്യൂസ് ആൻഡ് ഫ്യൂച്ചർ കണ്ടിന്യൂസ്. പാസ്റ്റ് കണ്ടിന്യൂസിന്റെ ആദ്യത്തെ എക്സാമ്പിൾ ഒന്ന് വായിച്ചു നോക്കുകയും, ഞാൻ കളിക്കാൻ പോകുകയായിരുന്നു, അല്ലേ? Yes. ഞാൻ
കളിക്കാൻ പോവുകയായിരുന്നു. ഞാൻ കളിക്കാൻ പോകുകയായിരുന്നു. ഇവിടെ പോകുകയായിരുന്നു. ഞാൻ സെക്കൻഡ് വണ്ണോ പ്രസന്റിലോ? ഞാൻ കളിക്കാൻ പോകുകയാകുന്നു. കളിക്കാൻ പോകുകയാവുന്നു. ആദ്യത്തെ എന്തായിരുന്നു? പോകുകയായിരുന്നു. കേട്ടോ, മലയാളം വായിക്കുമ്പോഴാണ് പിന്നെ നമുക്ക് മനസ്സിലാവുന്നത് ഇങ്ങനെയൊക്കെ വ്യത്യാസം ഉണ്ടോ എന്ന്. ഇവിടെ പോകുകയാകുന്നു. നെക്സ്റ്റ് വൺ എന്താണ്? പോകുകയായിരിക്കും എന്നുള്ളതാണ് വ്യത്യാസം അല്ലേ? പോകുകയായിരിക്കും. ആദ്യത്തെ എക്സാമ്പിൾ ഇംഗ്ലീഷ് നമുക്ക് വായിച്ചു നോക്കാം. ഐ വാസ് ഗോയിങ് ടു പ്ലേ. ഞാൻ എന്ത് ചെയ്യായിരുന്നു? ഐ വാസ് ഗോയിങ് ടു പ്ലേ. ഐ ഉണ്ട് ഇവിടെ, ഗോയിങ് ടു പ്ലേ. നോക്കിയേ, രണ്ടാമത്തെ സെന്റൻസിലും ഐ ഉണ്ട്, ഗോയിങ് ടു പ്ലേ ഉണ്ട്. മൂന്നാം സെന്റൻസിലും ഐ ഉണ്ട്, ഗോയിങ് ടു പ്ലേ ഉണ്ട്. അപ്പൊ ഏതാ വ്യത്യാസം വന്നേ? ആദ്യത്തെ ഓക്സിലറി വെർബ്സ് മാത്രമല്ലേ വ്യത്യാസം വന്നുള്ളൂ. ആദ്യത്തിൽ എന്ത് വന്നു? പാസ്റ്റിന്റെ ഫാമിലി എടുത്തു, വാസ് എടുത്തു. രണ്ടാമത്തിൽ എന്തെടുത്തു? പ്രസന്റിന്റെ ഫാമിലി എടുത്തു, ആം എടുത്തു. വേറെ വ്യത്യാസമില്ല. ഞാൻ ബിഗിനിങ്ങിൽ പറഞ്ഞില്ലേ, നിങ്ങൾ ഓക്സിലറി വെർബ്സ് പഠിക്കുകയാണ് എങ്കിൽ എന്ത് സംഭവിക്കും? ഇംഗ്ലീഷിന് തെറ്റ് സംഭവിക്കില്ല. കാരണം ഇവിടെ നോക്ക്, ഐ വാസ് ഗോയിങ് ടു പ്ലേ എന്ന് പറയുമ്പോൾ പാസ്റ്റ് ആയി പോയി. ഐ ആം ഗോയിങ് ടു പ്ലേ എന്ന് പറയുമ്പോൾ അത് പ്രസന്റ് ആയി വന്നു. ഇനിയോ ഐ വിൽ ബി ഗോയിങ് ടു പ്ലേ. ഇവിടെ വിൽ ബി ആണ് വരുന്നത്. നമുക്ക് നിങ്ങൾക്ക് മാറ്റി നോക്കാം. ഇവിടെ വരുന്ന വ്യത്യാസം വിൽ ബി ആണ് വരുന്നത്. ദെൻ വേർബിന്റെ ഫോം ING ഫോം തന്നെയാണ്, ഗോയിങ് ടു പ്ലേ. വിൽ ബി എന്ന് പറയുമ്പോൾ എന്തായി? ഫ്യൂച്ചർ ആയി. ദെൻ വിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചർ ആണെന്ന് ഓൾറെഡി നമുക്ക് അറിയത്തില്ലേ അല്ലേ? സിമ്പിൾ ഫ്യൂച്ചറിൽ നമ്മൾ വില്ല് പറഞ്ഞില്ലായിരുന്നോ? സിമ്പിൾ ഫ്യൂച്ചറിൽ വില്ല് പറഞ്ഞായിരുന്നോ? പറഞ്ഞു. വിൽ എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ ആണെന്ന് നമ്മുടെ മനസ്സിലേക്ക് അറിയാം. വിൽ ഓർ ഷാൽ എന്ന് പറയുന്നത് ഫ്യൂച്ചറിലാണ് ഉപയോഗിക്കുന്നത് അല്ലേ? അപ്പം അതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് ഒരു ബി മാത്രമാണ് എവിടെ വരുന്നുള്ളൂ? ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിൽ വരുന്നുള്ളൂ. അങ്ങനെയല്ലേ? ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിൽ വരുന്ന വ്യത്യാസം എന്താണ്? വിൽ ബി. വിൽ ബി മാത്രം നമുക്ക് വേണമെങ്കിൽ ബി മാത്രം എന്ന് പറയും. കാരണം സബ്ജക്റ്റ് സെയിം ആണ്. ദെൻ വിൽ എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിൽ വരും. ബി എന്ന് പറയുന്നത് മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത്. ദെൻ ഗോയിങ് ടു പ്ലേ എന്ന് പറയുന്നത് നമ്മുടെ പ്രസന്റിലും പാസ്റ്റിലും കണ്ട സെയിം ആണ്. Is it clear, ജസ്വിൻ? Okay. നെക്സ്റ്റ് വൺ എന്താണ്? ജസ്വിൻ കളിക്കാൻ പോകുകയായിരുന്നു. അപ്പൊ ഇംഗ്ലീഷ് എന്താണ്? ജസ്വിൻ was going to play. ജസ്വിൻ was going to play. ജസ്വിൻ കളിക്കാൻ പോകുകയാകുന്നു. ജസ്വിൻ is going to play. ജസ്വിൻ is going to play. ജസ്വിൻ കളിക്കാൻ പോകുകയായിരിക്കും. ജസ്വിൻ will going to play. Will be going to play. Yes. ജസ്വിൻ will be going to play. അതായത് ആ സമയത്ത് ഇതിന്റെ ഒരു പ്രത്യേകത ഒരു സ്പെസിഫിക് ടൈം ഇൻ ഫ്യൂച്ചർ ആണ്. അതായത് ഞാനിങ്ങനെ പറയാണ്, വേറെ ജെസിലിനോട് ചോദിച്ചു, ജെസിലിനെ ഞാനൊരു 5 മണിക്ക് വന്നാൽ ജസ്വിനെ കാണാൻ സാധിക്കുമോ എന്ന് പറയുമ്പം ജെസിൽ എന്ത് പറയും? ഇല്ല, ജസ്വിൻ ആ സമയത്ത് കളിക്കാൻ പോവുകയായിരിക്കും. അതായത് ആ സമയത്ത് സ്ഥിരമായിട്ട് കളിക്കാൻ സംതിങ് കണ്ടിന്യൂറ്റി പോയിക്കൊണ്ടിരിക്കും. ഇവിടെ ഉണ്ടാവില്ല, അറ്റ് പ്രസന്റ് ഇവിടെ ഉണ്ടാവില്ല എന്നൊരു മീനിങ് ആണ് അവിടെ നൽകുന്നത്. ഓക്കെ. നെക്സ്റ്റ് എക്സാമ്പിൾ അവിടെ കൊടുത്തിരിക്കുന്നുണ്ട്. ദ ചിൽഡ്രൻ വേർ ഗോയിങ് ടു പ്ലേ അല്ലെ? പ്ലൂറൽ ആയിരുന്നപ്പോൾ അവിടെ വേർ വന്നു. ദ ചിൽഡ്രൻ ആർ ഗോയിങ് ടു പ്ലേ. അവിടെ എന്ത് വന്നു? പ്ലൂറൽ ആയതുകൊണ്ട് ആർ വന്നു. ദ ചിൽഡ്രൻ വിൽ ബി ഗോയിങ് ടു പ്ലേ. അപ്പം സിംഗുലർ ആയാലോ പ്ലൂറൽ ആയാലോ ഫ്യൂച്ചറിന് പ്രശ്നമുണ്ടോ? ഇല്ല, ഫ്യൂച്ചറിന് പ്രശ്നമില്ലല്ലേ? തൊട്ട് മുമ്പിൽ നമ്മൾ കണ്ടിരുന്നു. ഏതായിരുന്നു കണ്ടിരുന്നേ? ഐ വാസ്, I am. ജസ്വിൻ വാസ്, ജസ്വിൻ ഈസ്. ഇവിടെ വിൽ ബി ആണ്, ഇവിടെ വിൽ ബി ആണ്. ഇത് ഇവിടെ പ്ലൂറൽ വന്നു. ചിൽഡ്രൻ വേർ വന്നു. ഇവിടെ പ്രസന്റിൽ ആറായി മാറി. എന്നാൽ ഫ്യൂച്ചറിൽ മൂന്നിടത്തും എന്തായിരുന്നു? സിംഗിളിലും പ്ലൂറലും ആയി വന്നപ്പോഴും എന്തായിരുന്നു? വിൽ ബി ആയിരുന്നു. ആയിരുന്നോ ജസ്വിനെ? വിൽ ബി ആയിരുന്നോ? അതായത് ഐ വന്നപ്പോഴും വ്യത്യാസം വന്നില്ല, ഹി വന്നപ്പോഴും വ്യത്യാസം വന്നില്ല, ദേ വന്നപ്പോഴും വ്യത്യാസം വന്നിട്ടില്ല. അതായത് സിംഗുലർ പ്ലൂറൽ പ്രശ്നം ഫ്യൂച്ചർ ടെൻസിൽ ഇല്ല എന്നാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഇനി ഇതിനെ നെഗറ്റീവ് ആക്കുവാണെങ്കിലോ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ? നെഗറ്റീവ് ആക്കുവാണെങ്കിൽ ഓക്സിലറി വെർബ് ആയ വേർ ഇവിടെ ഉണ്ട്, ഓക്സിലറി വെർബ് ആയ ആർ ഇവിടെ ഉണ്ട്, ദെൻ ഇവിടെ വിൽ ഉണ്ട്. അപ്പം അതിന്റെ കൂടെ എന്ത് ചേർക്കണം? അതിന് ശേഷം എന്ത് ചേർക്കണം? നോട്ട് ഇവിടെ ചേർത്തു. ആറിന് ശേഷം നോട്ട് ചേർത്തു. വില്ലിന് ശേഷം നോട്ട് ചേർത്തു. ബി പോലും അപ്പറേ വരുന്നത്. അപ്പൊ എവിടെയാണ് നോട്ട് ചേർക്കേണ്ടത്? വില്ലിന് ശേഷം. അതായത് നമ്മൾ ഇങ്ങനെ ഓർത്തിരിക്കുക, ഓക്സിലറി വെർബ്സിന് ശേഷം എന്ത് ചേർക്കണം? നോട്ട് ചേർക്കണം. വിൽ ബി എന്ന് പറയുന്ന പ്രോസസ്സിൽ പോലും വില്ലിന് ശേഷം നമ്മൾ നോട്ട് ചേർത്ത് കഴിഞ്ഞാൽ അത് നെഗറ്റീവ് ആകും. ഇസ് ഇറ്റ് ക്ലിയർ ജസ്വിൻ? യെസ്. മനസ്സിലായില്ലേ? യെസ്.
ദ ചിൽഡ്രൻ വേർ നോട്ട് ഗോയിങ് ടു പ്ലേ എന്ന് പറയുന്നത് ഇവിടെ ചിൽഡ്രൻ എന്ന് പറയുന്നു, ഇവിടെ ചിൽഡ്രൻ ഉണ്ട്, ഇവിടെ ചിൽഡ്രൻ വന്നു, ഇവിടെ ചിൽഡ്രൻ വന്നു, ഇവിടെ ചിൽഡ്രൻ വന്നു. ഗോയിങ് ടു പ്ലേ, ഗോയിങ് ടു പ്ലേ, ഗോയിങ് ടു പ്ലേ. ഒരു വ്യത്യാസവും ഇല്ല. വ്യത്യാസം വരുന്നത് ഓക്സിലറി വെർബിന് മാത്രമാണ് എന്നുള്ള വസ്തുത നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ. വാട്ട് ഈസ് ദ നെക്സ്റ്റ് വൺ? ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത്? 2-3 എക്സാമ്പിൾസ് ഉണ്ട്. നെക്സ്റ്റ് വീക്ക് അതൊന്ന് വായിച്ചേ. നെക്സ്റ്റ് വീക്ക് They will be traveling to Europe. they will be traveling to Europe. അതായത് ഒരു സ്പെസിഫിക് ടൈം, ഫ്യൂച്ചറിലെ ഒരു സ്പെസിഫിക് ടൈം ഏതാണ്? നെക്സ്റ്റ് വീക്ക് എന്നുള്ളതാണ് ഒരു സ്പെസിഫിക് ടൈം. ആ സമയത്ത് എന്ത് സംഭവിക്കുകയായിരിക്കും? അവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും, കണ്ടിന്യൂറ്റി ആയിരിക്കും. വിൽ ബി ട്രാവലിംഗ്. ആ സമയത്ത് അവരെന്ത് ചെയ്യായിരിക്കും? അവര് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. സ്പെസിഫിക് ടൈം ഇൻ ദ ഫ്യൂച്ചർ, നെക്സ്റ്റ് വീക്ക്. എന്താണ്? ദേ വിൽ നോട്ട് ബി ട്രാവലിംഗ്. യാത്ര ചെയ്തുകൊണ്ടിരിക്കുക ആയിരിക്കില്ല. വിൽ നോട്ട് എന്ന് പറയുന്നതിന്റെ ഷോർട്ട് ഫോം ആണ് വോണ്ട്, അല്ലേ? നമ്മൾ ഓൾറെഡി കണ്ടിരുന്നു. വിൽ നോട്ട് വോണ്ട്. ദെൻ അതിന്റെ ഒരു പോസിറ്റീവ് സെന്റൻസ് വായിച്ചേ. പോസിറ്റീവ് സെന്റൻസ് അറ്റ് 8 o'clock എന്ത് സംഭവിക്കും? 8 PM രാത്രി 8 PM എന്ത് സംഭവിക്കും? She will be cooking dinner for her family. ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അതാണ് നമ്മൾ പറഞ്ഞ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് നമ്മൾ പറയുന്നത്. ഫ്യൂച്ചറിൽ ഒരു പ്രത്യേക സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എന്താ നടക്കുന്നേ? 8 മണി എന്ന് പറയുന്ന ഈവനിങ്ങിലെ സമയത്ത്, രാത്രിയുടെ സമയത്ത് അവൾ ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. Got it? Yes. അതാണ് സ്പെസിഫിക് ടൈമിൽ നടന്നുകൊണ്ടിരിക്കുന്നതായിരിക്കും, ഫ്യൂച്ചറിലെയാണ്. ഫ്യൂച്ചർ കണ്ടിന്യൂസ് പറയുന്നത് അത് അല്ല എന്ന് പറയുന്നത് എന്ത് സംഭവിക്കും? വില്ലിന് ശേഷം നോട്ട് ചേർത്തേച്ചാൽ മതി, അല്ലേ? വില്ലിന് ശേഷം നോട്ട് ചേർത്തേച്ചാൽ മതി. അപ്പൊ ഇങ്ങനത്തെ സെന്റൻസ് സ്ട്രക്ചറുകൾ ഇതേ സ്ട്രക്ചർ നമ്മൾ നോട്ട് ചേർക്കേണ്ട ഇങ്ങനെയാണ്. പക്ഷെ അതിൽ എത്രമാത്രം സെൻസ് ഉണ്ട് എന്നുള്ളത്, അവൾ ഭക്ഷണം പാകം ചെയ്തുകൊണ്ട് ഇരിക്കുകയായിരിക്കില്ല എന്ന് നമ്മൾ പറയാറില്ല, അല്ലേ? സാധാരണ പറയാറില്ല. പക്ഷെ നെഗറ്റീവ് ആക്കണമെങ്കിൽ അവിടെ നോട്ട് ചേർത്തേച്ചാൽ മതി എന്നുള്ള കൺസെപ്റ്റ് മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. അടുത്ത എക്സാമ്പിൾ, where do we use എന്ന് പറയുമ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു. എവിടെയാണ്? കണ്ടിന്യൂസ് ആക്ഷൻ ഇൻ ഫ്യൂച്ചർ, അല്ലെ? കണ്ടിന്യൂസ് ആക്ഷൻ ഇൻ ഫ്യൂച്ചർ. ദിസ് ടൈം ടുമാറോ, ഈ സമയം ടുമാറോയിൽ ഞാൻ എന്ത് സംഭവിക്കും? ഐ വിൽ ബി ഫ്ലൈങ് ടു അമേരിക്ക. ഞാൻ അമേരിക്കയിലേക്ക് പറന്നുകൊണ്ടിരിക്കുകയായിരിക്കും. കേട്ടോ? അതായത് കണ്ടിന്യൂസ് ആക്ഷൻ ഇൻ ഫ്യൂച്ചർ, ഒരു പ്രത്യേക സമയത്ത്, ഫ്യൂച്ചറിൽ ഒരു പ്രത്യേക സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ എക്സാമ്പിൾ തന്നെയാണ്. അറ്റ് ദ മിഡ് നൈറ്റ്, tonight, രാത്രി ഞാൻ they will be dancing at the party. അവർ പാർട്ടിയിൽ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അതായത് ഒരു ഫ്യൂച്ചറിൽ ഒരു പ്രത്യേക സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾ പറയാൻ വേണ്ടിയിട്ടാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. Is it clear, ജഷുനെ? Yes. ക്ലിയർ ആണ്. ഇതിന്റെ സ്ട്രക്ചർ നോക്കുമ്പോൾ എങ്ങനെയാണ്? സിമ്പിൾ ഫ്യൂച്ചർ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. വിൽ പ്ലസ് V1 എന്ന് പറഞ്ഞു. നെഗറ്റീവ് ആണെങ്കിൽ നോട്ട് ചേർത്ത് വെച്ചാൽ മതി എന്ന് പറഞ്ഞു. ദെൻ കണ്ടിന്യൂസിലാവുമ്പോഴോ, കണ്ടിന്യൂസിൽ ഒരു ബി മാത്രമാണ് എക്സ്ട്രാ ആയിട്ട് വരുന്നത്, അല്ലേ? ബി എക്സ്ട്രാ ആയിട്ട് വരുന്നു. പിന്നെ കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ നമുക്ക് 100% അറിയാം എന്താണ് V4 ആണെന്ന് അറിയാം. V1 വരില്ലല്ലോ. കണ്ടിന്യൂസിൽ V1 വരുമോ? ഇല്ല. കണ്ടിന്യൂസിൽ V1 വരില്ല. കണ്ടിന്യൂസിൽ V4 ആയിരിക്കും. അപ്പം കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ ഓൾവേസ് റിമെമ്പർ ദാറ്റ് ഈസ് V4. അതിൻ്റെ കൂടെ വില്ല് വന്നു. വില്ല് വരാൻ കാരണം എന്താണ്? ദാറ്റ് ഈസ് ഫ്യൂച്ചർ ടെൻസ്, അല്ലേ? വില്ല് വരാൻ കാരണം അത് ഫ്യൂച്ചർ ടെൻസ് ആയതുകൊണ്ടാണ്. സോ എക്സ്ട്രാ എന്ന് പറയുന്നത് ബി മാത്രമാണ്. വിൽ ബി എന്ന കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. നോട്ട് ചേർക്കണമെങ്കിൽ വില്ലിന് ശേഷം നോട്ട് ചേർക്കുക. Is it clear? Yes. അതോടെ തന്നെ വിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. വില്ലിന്റെ കൂടെ പ്ലൂറൽ സബ്ജക്റ്റും പിന്നെ എന്ത് സബ്ജക്റ്റും പോവും? സിംഗുലർ സബ്ജക്റ്റും പോകും. വ്യത്യാസമൊന്നും ഇല്ല എന്നുള്ള കാര്യം മനസ്സിലായില്ലേ? Yes. ആൻഡ് റിമെമ്പർ അബൌട്ട് ദ verb form. verb ഫോമിനെ പറ്റി ഒരിക്കലും മറക്കണ്ട. verb form V1, V1S, V2, V3, V4. ഞാനിങ്ങനെ പറഞ്ഞ് കേട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് ഇങ്ങനെ ബ്രെയിനിലേക്ക് പതിയണം. ഇനി ഒരിക്കലും ഇങ്ങനത്തെ ഒരു കാര്യം നിങ്ങൾക്ക് തെറ്റ് സംഭവിക്കരുത്. വേർബിന് എത്ര ഫോം ഉണ്ടെന്ന് പറയുമ്പോൾ 3 ഉള്ളു സാറേ എന്ന് ഒരിക്കലും പറയരുത്. There are 5 എന്ന് പറയണം. V1S വന്നുകൊണ്ടാണ് ഇവിടെ V4 വന്നത്, അല്ലെ? അല്ലെങ്കിൽ V5 എന്നിവിടെ വരേണ്ടതായിരുന്നു. ഇത്ര സിമ്പിളാണ് നമ്മുടെ സിമ്പിൾ ഫ്യൂച്ചറും ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസും. മനസ്സിലായോ?
വേറെ മാറ്റങ്ങളൊന്നുമില്ല. നമ്മൾ ഓൾറെഡി കണ്ട കാര്യങ്ങൾ ഒന്ന് ഓർക്കുക. V1 ആണ് സിമ്പിളിൻ്റെ കൂടി ഉപയോഗിക്കുന്നത്. കണ്ടിന്യൂസിൻ്റെ കൂടി ഏതാണ്? V4 ആണ്. അതിൽ സംശയമില്ല. ദെൻ വിൽ എന്ന് പറയുന്നത് ഫ്യൂച്ചറിൻ്റെ കൂടി ഉണ്ടാകും. അതുപോലെ തന്നെ ഷാൽ എന്ന് പറയുന്നത് ഉണ്ടാകും. അതിൽ നമ്മൾ വേറെ വലിയ വ്യത്യാസങ്ങളൊന്നും കാണുന്നില്ല. മോഡേൺ ഇംഗ്ലീഷിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വില്ലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ വില്ലിൻ്റെ കാര്യം ഓർക്കുക. പിന്നെ എക്സ്ട്രാ ആയിട്ട് വരുന്നത് ബി ആണ് കണ്ടിന്യൂസ് ടെൻസിൽ എന്ന് മനസ്സിലാക്കി. ഫ്യൂച്ചർ കണ്ടിന്യൂസിൽ എക്സ്ട്രാ ആയിട്ട് വരുന്നത് ബി മാത്രമാണ്. പിന്നെ എവിടേക്കാണ് ഉപയോഗിക്കേണ്ടത്, ഏതൊക്കെ അവസരത്തിലാണ് ഉപയോഗിക്കേണ്ടത് എന്ന കാര്യം കൂടി നിങ്ങൾ മനസ്സിൽ ഓർത്തിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വിധത്തിലും ഫ്യൂച്ചർ ടെൻസിൽ തെറ്റുണ്ടാകുകയില്ല. അതുപോലെ ഫ്യൂച്ചർ ടെൻസ് സിമ്പിൾ ഫ്യൂച്ചർ ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ഫ്യൂച്ചർ കണ്ടിന്യൂസും ഒരുമാതിരിയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇനി വരാൻ പോകുന്ന 2 ഫോംസ് ഉണ്ടല്ലോ, നമ്മൾ വളരെ റെയർ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഫ്യൂച്ചർ ടെൻസിൽ നിങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ഈ വീഡിയോ ആണ്. ഏത്? സിമ്പിൾ ഫ്യൂച്ചറും ഫ്യൂച്ചർ കണ്ടിന്യൂസും. ഓക്കെ, ഈ 2 കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ യൂട്യൂബിൽ മെസ്സേജ് ഇടാവുന്നതാണ്. Otherwise, you just watch the previous videos. When you watch the previous videos, you will get a thorough understanding regarding the tenses. ഇനി ലാസ്റ്റ് ഒരു വീഡിയോ കൂടെ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യുന്നുള്ളൂ. അത് കഴിയുമ്പോഴേ നിങ്ങളുടെ ടെൻസ് എന്ന് പറയുന്ന ടെൻഷൻ മാറി നിങ്ങളുടെ സ്വന്തമായി തീരും. സോ if you like this video, please watch and subscribe and share to your friends and let your friends to be good in English. Let them speak English very fluently and confidently. നമ്മുടെ ലക്ഷ്യം, ഫ്ലുവൻ്റ് ആവുന്ന ലക്ഷ്യം ഇത്ര മാത്രമേ ഉള്ളൂ. ടെൻഷൻ ഫ്രീ ആയിട്ട് കേരളത്തിലുള്ള എല്ലാവരും ഇംഗ്ലീഷ് സംസാരിക്കുക എന്നുള്ളത്. അതിന് എന്നോടൊപ്പം നിങ്ങളും ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ലൈവ് ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും നിങ്ങൾ എനിക്ക് മെസ്സേജ് ഇടുക. സോ ദിസ് ഇസ് മീ ജെയിംസ് ഫ്രം ഫ്ലുവൻ്റ് നൗ. ഹാപ്പി ലേണിംഗ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.